ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 2026 തൻ്റേതാക്കാൻ ഉറപ്പിച്ച മമ്മൂട്ടി അരങ്ങ് വാഴാൻ പോവുകയാണ്. വീണ്ടും ഒരു ഗ്യാങ്സ്റ്റർ ചിത്രമായി മമ്മൂട്ടി എത്താൻ പോകുന്നു. മമ്മൂട്ടി കമ്പനി ഇക്കുറി സാധാരണ രീതിയിൽ നിന്ന് മാറി വമ്പൻ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ കൊണ്ടുവരുന്നത്. സാധാരണ കണ്ടുവരുന്ന ഗ്യാങ്സ്റ്റർ മോഡിൽ നിന്ന് മാറി ഏറെ വ്യത്യസ്തമായി ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററായി മമ്മൂട്ടി എത്തുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരവും തമിഴ്നാടുമൊക്കെ അടുത്തുള്ള ഒരു ബോർഡർ രീതിയിലുള്ള ഒരു കഥ. എന്താണേലും ഒരു ത്രില്ലർ ആക്ഷൻ എൻ്റർടൈനർ എന്നുള്ളതാണ് നിതീഷ് തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങൾ. എന്താണേലും പുതുമയില്ലാതെ മമ്മൂട്ടി ഒരു ചിത്രം ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. ബിഗ് ബജറ്റ് ചിത്രമായി മമ്മൂട്ടി കമ്പനി വരുമ്പോൾ, അതിൽ വ്യത്യസ്തത കൂടെ വരുമ്പോൾ, ഒരു പരീക്ഷണ ചിത്രമായി വരുമ്പോൾ ഫാലിമി ഡയറക്ടറിന് അത് ഒരു പുതുമ ഉള്ള കാര്യമായിരിക്കാം. ഇതിലെ മ്യൂസിക്കും എല്ലാം യൂത്ത് വിങ്ങിന് ചേരുന്ന തരത്തിലുള്ള ഒരു എലിമെൻറ്റുമായി വരുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ മമ്മൂട്ടി കമ്പനി ഉറപ്പിക്കുന്ന കാര്യം ഇതാണ്: ഇതുവരെയുള്ള പരിപ്പുവട പരിപാടികൾ നിർത്തുന്നു എന്നുള്ളത് തന്നെ. അതായത് 5 കോടിയും 3 കോടിയും 10 കോടിയും ഒക്കെ ഇട്ട് 80ഉം 50ഉം കോടിയൊക്കെ നേടുന്നത് നിർത്തി വമ്പൻ ബഡ്ജറ്റിൽ വന്ന് വമ്പൻ കൊയ്ത്ത് കൊയ്യാൻ തന്നെയാണ് ഇക്കുറി മമ്മൂട്ടി ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏറെയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഇതിനകത്തിലും നായിക പ്രാധാന്യം കുറവ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടി മാത്രമാണ് ഇതിനകത്തിലെ നായിക എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ. എന്തായാലും കൂടുതൽ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇപ്പോൾ മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് എന്ന ചിത്രത്തിൻ്റെ അതേ കഥാപാത്രം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ചിത്രത്തിലേക്ക് മമ്മൂട്ടി പ്രവേശിക്കും. അതിനിടയിൽ ഈ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ജനുവരി 14 കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് മുന്നോടിയായി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രമാണ് മമ്മൂട്ടി ചെയ്യാൻ പോകുന്നത്. അത് തീർന്നാൽ ഉടൻ തന്നെ ഈ ഒരു ചിത്രമായിരിക്കാം മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ഒരു വമ്പൻ ലിസ്റ്റ് തന്നെയാണ് മമ്മൂട്ടി സിനിമകളുമായി വരുന്നത്. അതിൽ ഏറെയും കൺഫേം തന്നെയാണ്. ഫാലിമി എന്ന ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കഴിഞ്ഞ വർഷത്തെ ചിത്രത്തിൻ്റെ സംവിധായകൻ ഈ ഒരു സിനിമയിലേക്ക് അംഗം കുറിക്കാൻ ഉറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം: മലയാളിക്ക് പ്രതീക്ഷിക്കാൻ നല്ല ചിത്രങ്ങളുടെ പട്ടികയിൽ ഒരു ചിത്രം കൂടി ആകുന്നു എന്നുള്ളതാണ്. വീഡിയോസ് ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.